ശ്രീമതി ചിന്താ ജെറോം, രാഷ്ട്രീയമായ പ്രസ്താവനകൾ അനവധി ഉണ്ടായിട്ടുണ്ട്. അതിപ്പം എം എം മണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സർക്കാർ ആളുകൾക്ക് ക്ഷേമ പദ്ധതികൾ അനൗൺസ് ചെയ്യുക, അതിൻ്റെ ഗുണഫലം രാഷ്ട്രീയമായി അതാത് മുന്നണികൾക്ക് കിട്ടിയില്ല എങ്കിൽ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്നതാണ് രാജു പി നായരുടെ ചോദ്യം. ശ്രീ രാജു പി നായർ വളരെ അസ്വസ്ഥനാണ്. കാരണം കേരളം മുഴുവൻ UDF ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ്, അഭിപ്രായ പ്രകടനമാണ് ശ്രീ CP ജോൺ നടത്തിയത്. ഞാൻ പെട്ടെന്ന് പറയാം, രാജു പി നായർ ഇത്രയധികം അസ്വസ്ഥമാകുന്നതിന് പിന്നിലുള്ള കാരണം ഇത് മാത്രമല്ലല്ലോ. പ്രളയം വന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ച സമീപനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഗ്രൗണ്ടിൽ വലിയ പ്രതിഷേധമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്ദിരാ കട്ടാണ്, കറണ്ടില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ജനങ്ങൾ അസ്വസ്ഥമാണ്. ഇത്രയും വലിയ ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ സംസാരിച്ച സമയത്ത് മുഴുവൻ സമയവും നിശബ്ദമായി ഇവിടെ കേട്ടിരുന്ന ഔചിത്യം ഞാൻ കാണിച്ചപ്പോൾ താങ്കളുടെ മന്ത്രി പറയുന്നത് പോലെ ഔചിത്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ താങ്കൾ ദയവീതി ചർച്ചയിലെങ്കിലും നടത്തരുത്. താങ്കൾ ഇത്രയധികം ക്ഷുഭിതനാകും. താങ്കൾ മാധുവിന്റെ അടുത്ത് വലിയ ചോദ്യം ചോദിക്കുന്നത് കേട്ടു. ഈ പ്രസംഗം കേട്ടിട്ടുണ്ടോ, ഈ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു താങ്കൾ ഈ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുണ്ട് എന്ന്. ആരുടെ ഇരട്ടത്താപ്പാണെന്നല്ല അറിയാം. അപ്പൊ വേണമെങ്കിൽ മാപ്പ് പറയാമെന്ന് പറഞ്ഞത് രണ്ടാമത് ആവർത്തിച്ചപ്പോൾ വീണ്ടും താങ്കളുടെ വായിൽ നിന്നത് വീണു. ഇതെല്ലാം നമ്മുടെ ഡോക്യുമെന്റ് ആണ്. ആർക്കും ഇത് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. താങ്കളുടെ ഈ പ്രയോഗമൊക്കെ എന്താ? അഭിമാനത്തെയും മറ്റൊരാളുടെ ആത്മാഭിമാനത്തെയും നാണമില്ലേ എന്ന് ചോദിക്കാൻ താങ്കൾ ആരാണ്? CP ജോൺ 1.5 മണിക്കൂർ പോയി നിന്ന് പ്രസംഗിച്ച മുഴുവനും കേൾക്കുക എന്ന്. നമ്മളൊക്കെ വാർത്തയെ അധികരിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾ എവിടെയെങ്കിലും നടത്തും ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തുന്നു, 2-3 മണിക്കൂർ രാജു പി നായർ സംസാരിക്കുകയാണ്. ബിഹേവിയറൽ സയൻസ് കേട്ട് ഞാൻ പഠിക്കാൻ ഞാൻ ശക്തനാണ്. 1.5 മിനിറ്റ് കൊണ്ട് താങ്കൾ സംസാരിച്ചു പോവാണ്. ഈ ചർച്ച എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. പ്രതിനിധിക്ക് എത്ര മിനിറ്റാണ് കിട്ടിയത്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ശരി, ചിന്താറാം പൂർത്തീകരിക്കൂ. അല്ല, ഇതിൽ ചില കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് എത്ര സമയം ഔദ്യോഗികമായി കൊടുത്തു, അതിനുശേഷം അദ്ദേഹം കവർന്നെടുക്കുന്ന സമയം എത്രമാത്രമാണ്? കേവലമായി റിപ്പോർട്ടർ ചാനൽ മൈക്കെങ്കിലും ഒന്ന് ഓഫ് ചെയ്യണം. ഇങ്ങനെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം മാധുവിന്റെ അടുത്ത്, നമ്മുടെ ആങ്കറിന്റെ അടുത്ത് ചോദിച്ചു, താങ്കൾ ഈ പ്രസംഗം മുഴുവൻ കേട്ടോ എന്ന്. അപ്പൊ സ്വാഭാവികമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും പാനലിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതാവിന്റെ പ്രസംഗം മുഴുവൻ കേട്ടിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോഴാണ് ഇത് ഏത് കോമഡി ഷോയിലും അവതരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അദ്ദേഹം പറയാണ് ഞാനും ഇത് മൊത്തം കേട്ടിട്ടില്ല എന്നുള്ളത്. എന്താണ് ശ്രീ രാജു പി നായർ താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യമെന്ന് പറയുന്നത് UDF കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളിൽ നിന്നും വളരെയധികം അകന്നുപോയി. രാജു പി നായരുടെ ഇന്ന് കാണിക്കുന്ന അസ്വസ്ഥത ഇതിനു മുമ്പ് ഞാൻ കണ്ടത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ ശരീരഭാഷയിലെ എന്തൊരു അസ്വസ്ഥതയായിരുന്നു. ഞാനും തമ്മിൽ തർക്കിച്ചു, ചിന്ത മിണ്ടിയിട്ടില്ല. അവർ പൂർത്തീകരിക്കട്ടെ. ചിന്ത പറയൂ, സംസാരിക്കൂ. താങ്കൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചിന്താ ജെറോം എന്നുള്ള പേര് അവിടെ നിന്ന് എത്രയോ തവണ വിളിച്ചു കൂവി. താങ്കളുടെ സമയമായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കയറി ഇടപെട്ടില്ല. അതെന്റെ മര്യാദയാണ്. താങ്കൾ ദേവീത് ആ മര്യാദ തിരിച്ചു കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്കളെ പല വേദിയിലും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അസ്വസ്ഥമായി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന ഒരു ബിഹേവിയറൽ സയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. രാജു പി നായരും കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും എല്ലാം ഇപ്പോൾ അസ്വസ്ഥരമായി ഇടപെടുകയാണ്. കാരണം അവരുടെ ഒരു ശരീരഭാഷ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു. കാരണം ജനങ്ങൾ UDFന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞു. UDF ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, UDF മുമ്പോട്ട് വെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കളിയാക്കുന്ന വിധത്തിൽ, ജനങ്ങളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ, ആ ബസ്സിലൊന്ന് കയറിപ്പോയ ജനങ്ങൾക്ക് ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന നിലയിലേക്കല്ലേ ഇന്ന് നടത്തിയ പ്രസ്താവന? അത് ഏത് യോഗത്തിലാണ് നടത്തിയത്? ഇവിടെ ബഹുമാനായ ശ്രീകുമാറേട്ടൻ ഇവിടെ പറയുകയുണ്ടായി, ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്ഥിരം പറ്റുന്ന അമളി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രിക്ക് കൂടി പറ്റിയെന്ന്. എന്ത് ദയനീയമാണ്. ശ്രീകുമാറേട്ടനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ആ ഒരു വൈരാഗ്യം നമുക്കറിയാം. പക്ഷെ അതിന് ഇങ്ങനൊരു അമളിയിൽപ്പെട്ട് കിടക്കുന്ന UDFകാരനായിട്ടുള്ള മന്ത്രിയെ
അപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ശരി, ശരി. തൊട്ടടുത്തിരിക്കുന്നവന്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കാൻ കഴിയുന്ന ഒരു കാലം, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്നത്. അതൊരിക്കലും സി പി ജോൺ പറഞ്ഞ ഭാഷയിലില്ല. ശരി. സി പി ജോൺ പറഞ്ഞ ശ്രീകുമാർ. ഭാഷ തീർച്ചയായും തീവ്ര വലത് നിലപാട് തന്നെയാണ്, മനുഷ്യരെ ആക്ഷേപിക്കുന്ന സമീപനം തന്നെയാണ് പറഞ്ഞത്. ശരി, ശ്രീ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുഡിഎഫിന്റെ ഒരു മന്ത്രി നമ്മുടെ പറയുന്ന ഒരു നാട്ടിൽ അഭിപ്രായ ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി യുഡിഎഫിന്റെ അഭിപ്രായം മുമ്പോട്ട് എന്ന് വയ്ക്കുന്നു. പറയുന്നത് നല്ലത്. Debate with Madhu Saji.